ആ കത്ത് വന്നതിന് ശേഷം 50,000 രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു കത്ത് കിട്ടിയില്ലേ? ആ കത്തിനെ കുറിച്ചും നിങ്ങൾ ഭർത്താവിനോട് പറഞ്ഞില്ല? ഇറ്റ് മേ ബി നോട്ടഡ് യുവർ ഓണർ. രണ്ടാമത്തെ കത്തിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ 50,000 രൂപ ഹോട്ടൽ ലേക്യൂവിലെ ലിഫ്റ്റിൽ കൊണ്ടുവച്ചില്ലേ? കാമുകൻ അയച്ച കത്ത് ഭർത്താവിൽ നിന്ന് മറച്ചു വെക്കാൻ മിസ്സസ് രേഖ ചെലവാക്കിയിട്ടുള്ളത് നിസാരപ്പെട്ട തുകയല്ല. ഇതിൽ നിന്നും പ്രതിയുടെ സ്വഭാവം ഏത് വിധത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കഴിയും. അജിത്തിന്റെ കത്ത് കാണിച്ച് റോബർട്ട് പ്രതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ജഡത്തിൽ നിന്ന് കണ്ടെടുത്ത കത്ത്. മിസ്സസ് രേഖ, എന്നാണ് നിങ്ങൾ റോബർട്ടിനെ ആദ്യമായി കാണുന്നത്? എന്നെ കൊല്ലാൻ വന്ന ദിവസം. അതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല? ഇല്ല. അന്ന് 50,000 രൂപ കൊടുത്തപ്പോഴും റോബർട്ടിനെ നേരിൽ കണ്ടില്ല? ആരാണ് കത്തെഴുതിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആരായാലും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് കത്ത് തിരിച്ചു കിട്ടിയോ? ലിഫ്റ്റ് തിരിച്ചു വരുമ്പോൾ കത്തുണ്ടാവുന്നാണ് എഴുതിയിരുന്നത്. പക്ഷെ ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ പാറ്റേൺ പോയിന്റ് യുവർ ഓണർ, മേ ബി നോട്ടഡ്. May I come in, sir? Please. ഇരിക്കൂ. നാളെ കേസിന്റെ ആർഗ്യുമെന്റ് തീരുകയാണല്ലോ. എന്റെ രേഖ ഒരു തെറ്റും ചെയ്യാത്തവളാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. സാറിന് മാത്രമേ ഇനി അവളെ രക്ഷിക്കാൻ സാധിക്കൂ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കുറ്റം ചെയ്തവർക്ക് ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ ഉണ്ടാവും. എന്നാലും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. സാർ എന്റെ രേഖ രക്ഷിക്കണം. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. ഞാന് അഡ്വക്കേറ്റ് മാത്യു ഫിലിപ്പാണ്, പബ്ലിക് പ്രോസിക്യൂട്ടർ. എനിക്ക് മാനമായി ജീവിക്കാനുള്ള ശമ്പളം സർക്കാർ തരുന്നുണ്ട്. ഇറ്റ്സ് ഇനഫ്. സർ, ഞാൻ പ്ലീസ് യു ക്യാൻ ഗോ. ഭാര്യയെ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഭർത്താവ് കൈക്കൂലിയുമായി പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീട്ടിൽ വരിക. ഇതിൽ നിന്നും ഭാര്യയുടെ നിരപരാധിത്വത്തിൽ ഭർത്താവിന് പോലും വിശ്വാസമില്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. ഈ കേസിന്റെ പ്രധാന വഴിത്തിരിവാണ് ഈ സംഭവം. പ്രതിക്കെതിരായ മറ്റൊരു തെളിവും. ഇറ്റ് മേ ബി നോട്ടഡ് യുവർ ഓണർ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. യു പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് സർവന്റ് എന്ന നിലയിൽ കൈക്കൂലിയുമായി വന്ന വിനോദിനെ കൈയോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയാണ് എന്റെ സുഹൃത്ത് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം അത് ചെയ്തില്ല. എന്റെ കക്ഷി തെറ്റുകാരനാണെങ്കിൽ എന്റെ മാന്യ സുഹൃത്തും തെറ്റുകയിരിക്കുക. കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ദയവുണ്ടാകണം. യുവർ ഓണർ, മാനുഷിക പരിഗണന ഒന്ന് മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ പോലീസിനെ അറിയിക്കാതിരുന്നത്. അതിന് എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ സാക്ഷി എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് പ്രതിക്കെതിരായ ശക്തമായ തെളിവായി കാണണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ സുഹൃത്ത് പറഞ്ഞ അതേ മാനുഷിക പരിഗണനയാണ് ഞാനും ആവശ്യപ്പെടുന്നത്. ഭാര്യയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് സ്നേഹസമ്പന്നനായ ഭർത്താവ് സ്വയം മറന്ന് അമിതവികാരം പ്രകടിപ്പിച്ചു കാണും. അതിന്റെ പേരിൽ എന്റെ കക്ഷി ശിക്ഷിക്കപ്പെടാൻ ഇടവരരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇറ്റ് മെ നോട്ട് ബി ഗിവൺ അൺഡ്യൂ ഇമ്പോർട്ടൻസ് യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. മിസ്സസ് രേഖ, സംഭവം നടന്ന ദിവസം കൊല്ലപ്പെട്ട റോബർട്ട് എങ്ങനെയാണ് ബംഗ്ലാവിനുള്ളിൽ കടന്നു വന്നത്? എനിക്കറിയില്ല. വാതിൽ തുറന്നു കൊടുത്തത് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഇല്ല, ഞാൻ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. ഈ സ്കാർഫ് കൊണ്ടാണ് റോബർട്ട് നിങ്ങളുടെ കഴുത്തിന് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചത്, അല്ലേ? അതെ യുവർ ഓണർ, സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത ഈ സ്കാർഫ് എക്സിബിറ്റ് 3 പ്രതി രേഖയുടെ പേരെഴുതിയിട്ടുള്ളതാണ്. അപ്പൊ അത് റോബർട്ടിന്റെ അല്ല എന്ന് വ്യക്തം. പിന്നെ എങ്ങനെ ഇതവിടെ വന്നു? കേസ് വഴിതെറ്റിക്കാൻ വേണ്ടി പ്രതി ബുദ്ധിപൂർവ്വം അവിടെ ഇട്ടു എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ശരി. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും അറിയില്ല സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇനി റോബർട്ട് ഇത് കൈക്കലാക്കിയെന്ന് തന്നെ വിചാരിക്കുക. ഇതുകൊണ്ടൊരു മൽപ്പിടുത്തം നടത്തിയതിന്റെ യാതൊരു ലക്ഷണവും ഇതിന്മേൽ കാണുന്നില്ല. ഇറ്റ് ലുക്സ് ക്വൈറ്റ് ന്യൂ, ക്വൈറ്റ് ഫ്രഷ്. യുവർ ഓണർ, കൊല്ലപ്പെട്ട റോബർട്ട് കൂടെ കൂടെ പണം ചോദിച്ച് പ്രതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതിനൊരു അവസാനം കണ്ടെത്തിയില്ലെങ്കിൽ ഭർത്താവ് അറിയുന്നുള്ള ഭയത്താൽ
കൂടുതൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രതി ഭർത്താവില്ലാത്ത സമയത്ത് റോബർട്ടിനെ വിളിച്ച് വീട്ടിൽ വരുത്തി. പണം കൊടുക്കുന്നതിന് മുമ്പ് കത്ത് ആവശ്യപ്പെട്ടു. കത്ത് കൊണ്ടുവന്നിട്ടില്ല എന്ന് റോബർട്ട് പറഞ്ഞു. അതേ തുടർന്നുണ്ടായ വാക്ക് തർക്കത്തിൽ പ്രതി കത്രിയെടുത്ത് റോബർട്ടിനെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എടുത്ത് കൈക്കൂലിയുമായിട്ടൊക്കെ ചെല്ലുകയെന്ന് വെച്ചാ എന്ത് ഫൂളിഷ്നെസ്സാ വിനോദി കാണിച്ചത്? എനിക്ക് എല്ലാറ്റിലും വലുത് എന്റെ രേഖയാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും സഹിക്കും. അതല്ല വിനോദ്, നമ്മുടെ പൊസിഷൻ ഇപ്പൊ തന്നെ വീക്കാ. തെളിവുകളല്ല രേഖയ്ക്കെതിരും. ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അവർക്ക് നമ്മുടെ നേരെ പ്രയോഗിക്കാൻ ഒരായുധം കൂടി വിനോദ് കൊടുത്തു, അത്ര തന്നെ. എനിക്കൊന്നും അറിയില്ല അജിത്ത്. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ വിചാരിച്ച രേഖ രക്ഷപ്പെടുമെന്ന് കരുതിയാ ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഇങ്ങനെയായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. On consideration of the entire evidences, this court finds that the prosecution has succeeded in establishing the guilt of the accused beyond doubt. The circumstances of the case warrant the extreme sentence of capital punishment. However, considering all the aspects, this court is not imposing the extreme penalty of death sentence. The accused is sentenced to undergo imprisonment for life. A confused chapter is closed. നീണ്ട 12 വർഷം. ഇടയ്ക്ക് പരോളുണ്ട്. ഏത് സമയവും കയറി വരാം. നോ, അതിനു മുമ്പ് അവൾ അവിടെ കിടന്ന് ചാകും. ഇനി നമുക്കിടയിൽ ഒരു തടസ്സവും ഇല്ല ഡെയ്സി. നമുക്ക് പള്ളി അമ്പലം ഒന്നും വേണ്ട. 3-4 പേരുടെ മുന്നിൽ വെച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. വിവാഹം, ഒരു വിവാഹത്തിന്റെ കഥ തീരും മുമ്പേ മറ്റൊരു വിവാഹം. മാരേജ് ഇസ് എ ബേർഡൻ. ആണിനും പെണ്ണിനും 1000 ചോദ്യങ്ങൾ, 1000 ഉത്തരങ്ങൾ. ഒരു താലിയുടെ ഭാരം കൊണ്ട് നമ്മളെന്തിന് ശത്രുക്കളാണ്? അപ്പൊ എന്നോട് പറഞ്ഞത്? ഡോണ്ട് വറി മൈ ഡിയർ, ശരിയാക്കാമെന്നേ. കടലിനക്കരെ വെച്ചാകാം നമ്മുടെ വിവാഹം. കടലിനക്കരയോ? I am planning a world tour with my Your good name, please. Vinod Menon. And you? Mrs. Daisy Vinod. നിരപരാധിയായ ഒരു പെൺകുട്ടിക്ക് ജീവപര്യന്തം ശിക്ഷ വാങ്ങിച്ചു കൊടുത്തപ്പോ സാറിന്റെ ഡ്യൂട്ടി തീർന്നു അല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. സത്യസന്ധരായ ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിയമവും വകുപ്പും കുറെയൊക്കെ എനിക്കും അറിയാം. ഐ എം എ മിലിറ്ററി ഓഫീസർ. കൂൾ ഡൗൺ മിസ്റ്റർ അജിത്. പോലീസും മിലിറ്ററിയും രണ്ടും രണ്ടാണ്. അതിന്റെ പ്രൊസീജിയറും രണ്ടാണ്. ഇരിക്കൂ. എന്താ കാര്യം പറയൂ. ഭാര്യയെ ശിക്ഷിച്ചിട്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് പഴയ കാമുകിമൊത്ത് വേൾഡ് ടൂറിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. എന്താണ് സാർ ഇതൊക്കെ? സാർ ഇതൊന്നും അറിയുന്നില്ലേ? യെസ്, 22 3:30 ഫ്ലൈറ്റിൽ അല്ലേ? നിങ്ങളുടെ ഈ എടുത്തുചാട്ടമാണ് കുഴപ്പം. അല്പം അടങ്ങിയിരിക്കണം. ഞങ്ങൾ ഈ കാക്കിയിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് സർക്കാരിന് ശമ്പളം പറ്റാൻ വേണ്ടി മാത്രമല്ല. എവിടെ, എങ്ങനെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. രേഖ ശിക്ഷിക്കപ്പെടാൻ കാരണം തന്നെ നിങ്ങളുടെ ഈ തണുത്ത സമീപനം കൊണ്ടാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ ചാടിക്കേറി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രേഖയെ രക്ഷിക്കാനുള്ള എല്ലാ എവിഡൻസും നഷ്ടപ്പെടും. സോ കീപ് ക്വയറ്റ്. എല്ലാം വിധിയാണ് രേഖ. നിന്നെ ഈ ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. പിന്നേട്ടൻ
എന്നെ ഓർത്ത് ദുഃഖിക്കരുത്. ഒരു ജീവപര്യന്തത്തിന് ശേഷം മടങ്ങി വരിക അതുണ്ടാവില്ല. എനിക്ക് വേണ്ടി കാത്തിരുന്ന ജീവിതം പാഴാക്കരുത്. വിനുവേട്ടൻ മറ്റൊരു വിവാഹം കഴിക്കണം. മറ്റൊരു വിവാഹമോ? നിനക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? നീയില്ലാതെ നോ. ഒരു ജീവപര്യന്തമല്ല, ഇനി ഒരു ജീവപര്യന്തം കൂടി അനുഭവിക്കേണ്ടി വന്നാലും നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. വിനുവേട്ട, അല്ല, നിങ്ങൾ പോയില്ലേ? ഇല്ല, പ്ലീസ് കം. താങ്ക് യു. ഞാൻ ഇതുവഴി പോയപ്പോ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടു. ആരാണെന്ന് നോക്കാമെന്ന് വെച്ചു. എന്തേ പോകാതിരുന്നത്? കമ്പ്യൂട്ടറിൽ ഡേറ്റ ഫീഡ് ചെയ്തപ്പോൾ കോഡ് നമ്പർ മാറിയതാണെന്ന് തോന്നുന്നു. ക്ലിയറൻസ് കിട്ടിയില്ല. കമ്പ്യൂട്ടറിനും തെറ്റ് പറ്റാം. യാത്രയ്ക്കൊരുങ്ങി വരുമ്പോൾ ക്ലിയറൻസ് കിട്ടാതിരിക്കുക. നമ്മുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം. Will you have a drink? നോ താങ്ക്സ്. ഐ എം ഓൺ ഡ്യൂട്ടി. Okay. മിസ്റ്റർ വിനോദ്, ഇവിടെ ഇതാ ഒരു കീ കിടക്കുന്നു. ഈസ് ഇറ്റ് യുവേഴ്സ്? എന്റെ കീ ഇവിടെ തന്നെ ഉണ്ട്. ഐ എം സോറി മിസ്റ്റർ വിനോദ്, ഇത് എന്റെ കീ തന്നെയാ. ഇതാ ഇത് കണ്ടോ? വെളിയിൽ വെച്ചാകാതിരുന്ന ഭാഗ്യം. വീട്ടിനകത്ത് കയറാൻ പറ്റാതായി പോയനെ. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ കയ്യിൽ ഒരു ലെതർ ബ്രീഫ് കേസ് ഉണ്ടായിരുന്നില്ലേ? ബ്രൗൺ ഇൻ കളർ. ഉണ്ടായിരുന്നു. എന്താ? അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അതുപോലൊരു ബ്രീഫ് കേസ് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് 50,000 രൂപയും. അത്ര ഒന്ന് നിങ്ങളുടെ കയ്യിൽ കണ്ടതായി ഓർമ്മയുള്ളതുകൊണ്ട് ചോദിച്ചതാ. യെസ്, എന്റെയും ബ്രൗൺ ബ്രീഫ് കേസ് നഷ്ടപ്പെട്ടിരിക്കുക. എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചാണെന്നാണ് എന്റെ സംശയം. പക്ഷെ അതിനകത്ത് രൂപ കഷ്ടിച്ച് 5,000 കാണും. എന്തേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല? മനസ്സ് സ്വസ്ഥമാണെങ്കിലല്ലേ സാർ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. യെസ്, യു ആർ റൈറ്റ്. രേഖയെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്കൊന്നിനും തോന്നുന്നില്ല. സിംഗപ്പൂരിൽ നിന്ന് കോൺഫറൻസിന് ലെറ്റർ വന്നപ്പോ പോകാമെന്ന് തീരുമാനിച്ചത് തന്നെ അല്പമെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതിയ. എക്സ്ക്യൂസ് മീ. Carry on. ഹലോ. യെസ്, വിനോദ് മേനൻ ഹിയർ. സം ഇമിഗ്രേഷൻ പ്രോബ്ലംസ്. ഉടനെ ശരിയാവും തോന്നുന്നു. വൈകിട്ട് കാണാം. യെസ്, ഐ വിൽ ബി ദേർ അറ്റ് ഷാർപ്പ് 7. ഓക്കെ. ഹലോ സാർ. ഹലോ. ഓക്കെ മിസ്റ്റർ മേനോൻ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങളുടെ ഭാര്യയുടെ ഹാൻഡ് ബാഗ് സ്റ്റേഷനിലുണ്ട്. എപ്പോ വേണമെങ്കിലും വന്ന് വാങ്ങിച്ചോളൂ. താങ്ക് യു. മേ ഐ ടേക്ക് ലീവ് ജെന്റിൽമെൻ? അജിത്, എന്റെ മനസ്സാകെ അസ്വസ്ഥമാണ്. കാമുകിയുമായുള്ള സിംഗപ്പൂർ യാത്ര ക്യാൻസൽ ആയതുകൊണ്ടായിരിക്കും. സെഷൻസിലെ വിധിക്കെതിരെ ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ശ്രമിക്കാതെ ഏതോ ഒരു തേപിടിച്ച് പെണ്ണ് മൊത്തം നാട് വിടാൻ പോയനല്ലോ നീ. പാവൻ രേഖ, നിന്നെ കുറിച്ചുള്ള ഓർമ്മകളുമായിട്ട് ജയിലിൽ കഴിയാണ്ടവൾ. നീയും രേഖയും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നു. നീ ഒറ്റ ഒരുത്തം കാരണമാ രേഖ ജയിലിലായത്. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ ഇവിടെ കയറ്റിയതാണ് എന്റെ തെറ്റ്. കൊള്ളാം,
യുവർ ആക്ടിംഗ് ഈസ് എക്സലന്റ്. രേഖയെ കൊല്ലാൻ വേണ്ടി നീ അയച്ച വാടക കൊണ്ടല്ലടാ റോബർട്ട്, യു ബാസ്റ്റർഡ്. What the hell do you mean? ഞാൻ എന്റെ രേഖയെ You